ഇതേടിയല്ലേ എല്ലാരും കൂടെ ഇവിടെ ഇരിക്കുന്നത്? എന്നാ പറ്റി? ഞങ്ങൾ ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നതാ. അവക്കൊരു വല്ലായ്മ ക്ലിപ്പിട്ട് കിടത്തിയേക്കോ. ചേട്ടത്തി ഇന്ന് ധ്യാനം തുടങ്ങുമല്ലോ, പോകുന്നില്ലേ? അയ്യോ പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പുകച്ചില്. സന്ധ്യ ആയപ്പം ഗുളിക നോക്കിയിട്ടൊട്ട് കാണാനുമില്ല. ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേണം എനിക്ക് പോകാൻ. നീ ചെയ്യങ്ങ് നീ ഇരുന്നേടി, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ. എന്നാ പറ്റിയതാടി? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കുക. അവർക്കൊരു കോള് വന്ന് കാണും, ഒന്ന് കയറി ചോദിക്കാവോ? എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്. ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാ. പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നതാടി കാര്യം? ഒന്നുമില്ല ഏട്ടത്തി. ശ്രീവാച്ചൻ എന്തിയടി? അവനിപ്പോ വരും. ആ വെറും വയറ്റിൽ ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ച. കുറച്ച് ഇതെടുത്ത് കഴിക്കുക. എന്നാ പറ്റി? എന്നാ അത്ര ടെൻഷൻ? ഒന്നുമില്ലടാ. ഇനി പാലായിക്കപ്പോഴും ബസ്സുള്ളേ? പാലായിക്ക് 12:30 ഒരു ഒറ്റ ബസ്സുണ്ട്. എന്നാ ആർക്ക് പോവാനാ? സ്ലീവാച്ച ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കില്ല, ഇതൊന്ന് കഴിച്ചേ. ഓ വിശപ്പില്ലടാ. നല്ല ബീഫാന്നേ അത് നിങ്ങൾ വെച്ചോണ്ടിരിക്കണം. കുറച്ചിടത്തും കഴിച്ചെന്നേ. പിള്ളേരെ പോലെ. ഫസ്റ്റ് പാർട്ടിയാ. നീ ഇവിടെ ഇരുന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കുക അല്ലേ? എൽദോച്ചാ ആളിവിടെ ഉണ്ട്. നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ? ഇപ്പോൾ എത്താം. ഓ ഇന്നലെ എന്നാ പരിപാടിയിടാവോ കാണിച്ചേ? ഞങ്ങൾ എവിടെ എല്ലാം അന്വേഷിച്ചെന്നറിയാവോ? എവിടാ കിടന്നേ? ഞാൻ എന്നാ കോപിച്ചേട്ടാ? ശ്രീവാച്ചൻ എന്നാ ചെയ്തേ? എടാ കുഞ്ഞാമ്പി, നീ ഒന്ന് പുറത്തേക്കുന്നത്. ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറട്ടെ. അവിടെ എന്നാ അവസ്ഥ? ഇന്നലെ ആളെല്ലാം കൂടെ കൊച്ചിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയോ? അതിനു വേണ്ടിയല്ലേ ഉണ്ടായി? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നീ അവിടം വരെ ഒന്ന് വരണം. ഡോക്ടർ എന്തിനാ എന്നെ കാണണേ? ഗോപിച്ചേട്ടാ എനിക്ക് വരാൻ വേണ്ടി ഗോപിച്ചേട്ടാ, എന്നെ നിർബന്ധിക്കില്ല ഗോപിച്ചേട്ടാ. നീ വാ. നീ വന്നാലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടല്ലേ നീ കഴിച്ചേ. ഇത് കഴിച്ചേ. അത് നീ അങ്ങോട്ട് ചെല്ലേ. ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. ചെല്ലേ. വേഗമാളിയാ. ഡോക്ടറെ കാണാൻ ജോലി. ഡോക്ടറെ ഇതേ ആളെത്തിയിട്ടുണ്ട്. ആരാ? അയ്യോ ഞാനല്ല, ഇതാണ് ആള്. കുടിച്ചിട്ടുണ്ടോ? മുഖത്തോട്ട് നോക്കി പറയടാ ശ്രീവാച്ച. അമ്മച്ചത് ഇറങ്ങി നിന്നേ. എല്ലാരും ഒന്നും പുറത്തോട്ട് നിന്നേ. എന്നോടോ തന്റെ പേര്? സ്ലീവ. എത്ര വയസ്സുണ്ട്? 35. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനും ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഇങ്ങോട്ട് നോക്കണോ? ഹലോ. പ്രിൻസി ചേച്ചിക്ക് വല്ല വിശേഷവും?
ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ കേസാക്കാൻ പോവാ. പോലീസുകാർ തീർത്തോളം ഇതിനെ സൂക്കേട്. 376 ബലാത്സംഗം, 498 ഗാർഹിക പീഡനം. കുറഞ്ഞത് 7 വർഷം നീ അകത്താ. അയ്യോ ഡോക്ടർ, ഇതൊരു വിഷയമാക്കരുത്. ഞാൻ എന്നെ വേണമെങ്കിലും ചെയ്തോളാം. അതിന് എന്നാ ചെയ്യാനാ? ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെന്നാന്നറിയോ, വീട്ടില് ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. അതിന് അല്ല ഡോക്ടർ, ഒന്നും താനത് പുറത്തോട്ട് നിന്നേ, പുറത്തോട്ട് നിന്നേ, ചെല്ല്. ഡോക്ടർ എന്നാ പറഞ്ഞടാ മോനെ? ഡോക്ടർ കേസാക്കുമെന്ന് പറയണേ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അളിയാതെ നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല. എൻ്റെ അഭിപ്രായത്തിൽ അളിയൻ കുറച്ചാൽ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയ. അളിയനൊരു ബാങ്ക് കുത്തിപ്പൊളിച്ചിട്ട് വന്നാൽ പോലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേനെ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ പൊന്നളിയ. എടാ ആ ഡോക്ടറെ കൈക്കൂലിയുടെ ആളാ. അല്ല 500 അങ്ങോട്ട് വെച്ചു കൊടുക്കണം. അറിയാൻ അടുത്ത് ഇങ്ങ് വന്നേ, അവിടെ പോയിരുന്നു. ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തോ കേട്ടോ. എൻ്റെ അച്ഛോ, ഇത് ഉറപ്പായിട്ട് ഇൻഡിബേഷൻ വിടേണ്ട. പക്ക റേപ്പാ. എൻ്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അളിയനൊരു അബദ്ധം പറ്റിയതാ. അളിയൻ്റെ അബദ്ധം ഒരു മികച്ചൊരു അവസ്ഥയിലേക്ക് തന്നോ അബദ്ധം? പക്ഷേ ശ്രീവാച്ചൻ അങ്ങനെ ഒരു മോശം വ്യക്തിയല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനെന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അടിച്ച് പൂസായിട്ട് എൻ്റെ മുന്നിൽ നിന്ന് മണത്തിന് നിൽക്കാൻ മേലായിരുന്നു. ഡോക്ടർ പ്ലീസ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക്. അച്ഛൻ പറയുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കും. ഇല്ല ഡോക്ടറെ, ഞാൻ മോളുമായി സംസാരിച്ചു. അവൾക്ക് ഒരു പരാതിയില്ല. അവളുടെ അമ്മാവൻ കൂടിയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ കുടുംബജീവിതം എന്താണ്, ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം. പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട്, അത് മാറിക്കോളും. മരുന്ന് കുറിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ്. താങ്ക് യു ഡോക്ടർ. അവൾ ഏതാണ് അവള്? ആ ഡോക്ടർ ഡോക്ടർ റോസമ്മ. റോസമ്മേ? ഞാൻ കുറച്ച് ദിവസം അങ്ങോട്ട് മാറിയിട്ടാവേ. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇവിടെ നിൽക്കാൻ. ആശാനെ, ഞാൻ ആശാനോടൊരു കാര്യം പറയട്ടെ. ആശാൻ ഇപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന ആശാൻ ഇപ്പോൾ വീട്ടിൽ പോകണമെന്നാണ്. സംഭവം നടക്കാനുള്ളതൊക്കെ നടന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നും പറഞ്ഞ് നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ? അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം, അതല്ലേ മിടുക്ക്. അല്ലാതെ ചുമ്മാ പറ്റത്തില്ല. കേട്ടാ എന്റെ പൊന്നടാവേ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞങ്ങൾ കേട്ട പാട ഹോസ്പിറ്റലിലെത്തി. അവിടെ എങ്ങും ഒറ്റ ഒരു മനുഷ്യണ്ടായിരുന്നില്ല കേട്ടോ. എന്നടാ ശരിക്കും സംഭവിച്ചേ? ആളുകൾ പറഞ്ഞു കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല. നീ അങ്ങ് ബോധം കെടുത്തി കളഞ്ഞല്ലേ. എന്നടാ ഉണ്ടായേ? നീ തുടക്കം തൊട്ട് പറഞ്ഞേ. പറയടാ. വാ പോവാ. ദേ ചേട്ടാ, ഒരു കൂട്ടുകാരൻ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പ്രായം നോക്കത്തില്ല കേട്ടോ. നീ ഒന്ന് പറയാ. അവൻ എന്നാലും ഒന്ന് പറയാതെ പോയല്ലോ. എന്തായിരിക്കും സംഭവിച്ചത്? ഇവിടെ നിർത്തില്ല, അത് കയറി പോകും. ഇല്ല, ഞാനില്ല. ആശാൻ ചെല്ലും. രണ്ടും കൽപ്പിച്ചാൽ കയറി പോവാല്ലേ? പിന്നല്ലാതെ ആശാൻ ധൈര്യമായിട്ട് അങ്ങ് ചെല്ലുന്നു. അപ്പോൾ ശരിടാ. ആ പിന്നെ പുതിയ മണ്ടത്തരമൊന്നും കാണിച്ചു വെച്ചേക്കല്ലേ പ്ലീസ്. അമ്മച്ചി ഇതേ ശ്രീവാച്ചൻ വന്നു. അവന്റെ വരവുണ്ടോ? യാതൊരു കൂസലും ഇല്ലാതെ നാട്ടിലുള്ള പിള്ളേരുടെല്ലാം കൂട്ടുകൂടി അതും ഇതും എന്നെ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയായി. ഇവനൊക്കെ എന്താണോ ചെയ്യുന്നത്? മതി അമ്മച്ചി, അവനെ തലേ കയറ്റി വെച്ചോ. ധ്യാനം കൂടാൻ വന്ന പിള്ളേരെല്ലാം തിരിച്ചുപോയി. അമ്മച്ചിക്ക് അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. പാടിട്ടീനെ പാടാ. പറ്റിപ്പോയി അമ്മച്ചി. മതി വിഷമിച്ചത്. മോൻ പോയി വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്.
വിശപ്പില്ല അമ്മച്ചി, എനിക്കൊന്ന് കുളിച്ചാ മതി. വേളാങ്കണ്ണി മതമാണ്, 7 ദിവസം പുണ്യമുള്ളതാണ് സത്യം. ഞാൻ ഇനി അങ്ങോട്ട് പോകണമില്ല, തുടരണില്ല. അതൊരു പ്രശ്നം തീരുമില്ല. അല്ലെങ്കിൽ വേണ്ട, പോയി മാപ്പി വെച്ചാലോ? നിക്കടാ അവിടെ. നീ എങ്ങോട്ടാ പോണേ? ആ മുറിക്കത്തോട്ടെങ്ങാനും കയറിയ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നീ എന്റെ മുറി പോയി കിടന്നാ മതി. ചെല്ല്, പോ ചെല്ല്. പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തതെന്ന് അമ്മച്ചിക്കറിയാം. മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം. 3-4 പെമ്മക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക. മോള് കിടന്നു. നാട്ടുകാർ പറഞ്ഞ പോലെ ഒന്നുമില്ലെന്നേ. ഞാനാ പൊട്ടനാണ്. പൊട്ടനൊന്നും അല്ല, പിന്നെ ലേശം പൂസായിരുന്നു. എന്റെ പൊന്നടാവേ, തൈ മരത്തിൽ ആരെങ്കിലും സ്ലോട്ടർ ഇട്ടോടാവേ. നീ കറി മുടി വെച്ചായിരുന്നു? അമ്മയല്ലേ രണ്ടാമത് പറയുന്നത്. അമ്മച്ചി കൊച്ചെന്തിയെ? അകത്തുണ്ട്. ഡി, നീ വല്ല സംസാരിച്ചായിരുന്നോ? ഓ, ഞാൻ എന്നെ സംസാരിക്കാനാ ചേച്ചി. രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു, അതെങ്ങും കുടിച്ചില്ല. നീ അകത്തോട്ട് ചെന്നേ. നീ ഇതൊന്ന് പിടിച്ച്, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നോടി? ആ, എഴുന്നേക്കണ്ട, മോളിരുന്നോ. കഴിച്ചായിരുന്നോ? മോള് വിഷമിക്കണ്ട കേട്ടോ. വരുന്ന വഴി ഞാൻ കുട്ടായിയെ കണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കി 1-2 വർത്തമാനം ഞാൻ അങ്ങ് പറഞ്ഞു. ഒരക്ഷരം മിണ്ടിയില്ലല്ലോ അവൻ. ഈ കുടുംബത്ത് അവന് പേടിയുണ്ടല്ലേ, അതെന്നെ മാത്രമേ ഉള്ളൂ. മോളെ, അമ്മച്ചി ധ്യാനത്തിന് പോവാണേ. മോക്ക് കൂട്ടൻ ലില്ലിയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലില്ലിയോട് പറഞ്ഞാൽ മതിയേ. അമ്മച്ചി പോയിട്ട് പാടി. പോയിട്ട് വരട്ടെ. അയ്യോ, അത് ഇന്നലെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചോട്ടില, എടുക്കാൻ മറന്നുപോയി. ഓടിപ്പെടുത്തില്ലേ? ആ മോളെ, ഞാനിപ്പോ വരാവേ. ഇത്ര പ്രായമായിട്ട് നമ്മുടെ കുട്ടായിക്ക് 10 പൈസ വരുന്നു. എന്ത് കഷ്ടമല്ലേ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിയാൻ വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്തിരി പോകുന്ന പിള്ളേർക്ക് വരെ. സ്ലീവാച്ചിന് കുറ്റം വേണ്ട വല്ല കാര്യമുണ്ടോ? ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ആരും ബോധം കെടുന്നില്ലെന്ന് മാത്രം. നേരെടി ശാന്തേ, ഈ ആണുങ്ങൾക്ക് അവരുടെ കാര്യം മാത്രം. എനിക്കും ഉണ്ട് 2-3 പിള്ളേർ. അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് ഇതൊന്നും ആ ശശിചേട്ടൻ കേൾക്കണ്ട കേട്ടോ. Mm-hmm.
ആ കൊച്ചിൻ്റെ മുമ്പ് വെച്ച് അവനെ കുറ്റമൊന്നും അതിന് പറഞ്ഞേക്കരുത്. ഞാൻ എന്നാ പറഞ്ഞെന്നോ ഇതെങ്ങനെയും ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. ആ പിന്നെ അയ്യോ മോളൊന്നും കഴിച്ചില്ലേ? അമ്മച്ചി എന്നെ വീട്ടിൽ കൊണ്ടാക്കൂ, എനിക്ക് വയ്യ അമ്മച്ചി. കരയല്ലേ മോളെ, ഈ അവസ്ഥയിൽ മോള് പോകരുത്, ഞങ്ങൾ തകർന്നു പോകും. ധ്യാനം ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ, അമ്മച്ചി ഉണ്ടാക്കാം. ഇവിടെ നടന്ന എന്താണെന്ന് അമ്മച്ചി വീട്ടുകാരോട് പറയാം. കരയല്ലേ മോളിഞ്ഞ് അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഈ ഞാൻ ഉറപ്പ് തരാം. മോള് വാ, എല്ലാം കഴിക്കാം. വാ മോള് വാ. എന്തോ നീ ആ കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ? ഇല്ല. പിന്നെ അവൾ അവിടെ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? ആ എനിക്കറിയാൻ പാടില്ല, ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ നീ ഇവിടെ എന്നെ എടുക്കുമായിരുന്നടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ ആ കൊച്ചിനോട് വല്ലതും മിണ്ടിയോ? അമ്മച്ചിയല്ലേ പറഞ്ഞ ആ കൊച്ചിനോട് എല്ലാം മിണ്ടാൻ എന്റെ മുട്ടുകാലും എല്ലാം പിടിക്കുന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എൻ്റെ പൊന്നു ദൈവമേ, ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എൻ്റെ മോന്. എടാ അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെയൊക്കെ ഒന്ന് മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവളോട് മിണ്ടരുന്ന് ഞാൻ പറഞ്ഞോടാ? എൻ്റെ ദൈവമേ, നീ എന്നാടാ ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത്? എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞു ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടത്? എൻ്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം. അമ്മച്ചിനെ എത്ര നാളുണ്ടാകാനാ? ദേ അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിന് നിനക്കുണ്ടാവും. ഡാ ഇത് തല്ലിപ്പഠിപ്പിക്കേണ്ട കാര്യം വല്ലതും ആണോ? നേരത്താണ് ഡാ ദേ അമ്മച്ചി, അവൻ പോകുന്ന പോക്കണ്ടില്ലേ? അവനെല്ലാം നിസ്സാരോ. ദൈവത്തെ ഓർത്ത് നീ ഒന്നും മിണ്ടാതിരി തന്നെ.